ഇന്ന് മെയ് 26 ആണ്. നാളെ തൊട്ടിട്ട് ഓൾറെഡി നമുക്ക് 3 ഡേയ്സ് പ്രയറായിട്ട് ന്യൂ മൂൺ ഇൻ ജെമിനിയാണ് വരുന്നത്. തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എനർജി. അപ്പോൾ ഇന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് തോന്നുന്നു. ആരൊക്കെയാണോ ബർത്ത്ഡേയിലൂടെ പോകുന്ന എല്ലാവർക്കും ബ്ലെസ്സിങ്സ് ആണ്. ഇന്നത്തെ കോട്ടുണ്ട്, ഈ ഒരു നിമിഷം സന്തോഷിച്ചാൽ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടി വരില്ല. നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നിൽക്കുക. നമുക്ക് എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉള്ള ദിവസം ഹാപ്പി ആയിട്ട് ഇരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക. നാളെ നോക്കാം, നാളെ ചെയ്യാൻ തുടങ്ങി നാളെ ചിലപ്പോൾ ഇന്ന് രാത്രിത്തോടെ നമ്മൾ തീരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടുപിടിച്ച് ഹാപ്പി ആവാൻ ശ്രമിക്കുക. ഇന്നലെ ലൈവ് റീഡ് ചെയ്ത സമയത്തും ചേച്ചി ലൈഫിലൊന്നുമില്ല, ഒക്കെ നെഗറ്റീവാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സൈഡുകളുണ്ട്. നമ്മൾ രണ്ട് റൈറ്റും ലെഫ്റ്റും നമുക്ക് തന്ന പോലെ നല്ല പോസിറ്റീവും നെഗറ്റീവും ആണ് ഒരു പേഴ്സൺ കൊടുക്കുക. നമ്മൾ പറയുന്നത് എൻ്റെ ലൈഫ് ഫുൾ നെഗറ്റീവാണ്. അല്ല, നമ്മുടെ ലൈഫിൽ സന്തോഷിക്കാനായിട്ടുള്ള ഹെൽത്ത് പ്രോപ്പറായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ്. എത്ര പേര് ഹെൽത്ത് ഓരോ സിറ്റുവേഷൻസ് വന്ന് ആംബ്യൂട്ട് ചെയ്തൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നമുക്ക് വളരെ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആണ്. പ്രശ്നങ്ങൾ അത് നമ്മൾ കാണുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം. ഇന്ന് കറന്റ് ഫീലിങ്സ് ആണ്. ഇന്ന് ഫസ്റ്റ് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചപ്പോൾ തന്നെ എവേക്കണിങ് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അവർക്കുള്ള മെസ്സേജസ് എവേക്കണിങ് ആണ്. നിങ്ങളുടെ DMന് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പോകുന്ന ആളുകളാണ് കൂടുതലും എൻ്റെ ചാനൽ കാണുന്നത്. അപ്പോൾ എവേക്കണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, നമ്മൾ പോയിട്ട് എന്തെങ്കിലും അവിടെ അവരെ ഹെൽപ്പ് ചെയ്യണം? ഒരു ഹെൽപ്പും ചെയ്യേണ്ട. നമ്മളുടെ ജേർണിയിൽ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോയി അല്ലേ. എല്ലാവരുടെ ഇൻഡിവിജ്വൽ ജേർണിയാണ്. DM ആണെങ്കിൽ DF ആണ്. നിങ്ങളുടെ സോളിന്റെ പാതി ഓക്കെ ഫൈൻ ആണ്. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചേ തീരും. നമ്മളവിടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ കോൺട്രാക്ട് ബ്രേക്ക് ആവും. അപ്പോൾ അത് ചെയ്യാതിരിക്കും. DM ഈസ് ഗോയിങ് ത്രൂ എ സിവിയർ അവേക്കണിങ് ബിക്കോസ് സാറ്റേണിന്റെ എൻട്രി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ശനി ജയന്തി കൂടിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതും അല്ലെങ്കിൽ വെള്ളം വെച്ച് കൊടുക്കുന്നതും അതുപോലെ ഡൊണേറ്റ് ചെയ്യുന്നതും വേണ്ടാതെ കത്തിച്ച് കളയാം. ബ്ലാക്ക് സെസമി ഒക്കെ ഇട്ടിട്ടൊന്ന് എന്താ പറയുക, അത് ദാനം ചെയ്യുന്നത് നല്ലതാന്നൊക്കെ പറയുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് ക്ലെൻസ് ചെയ്യുക, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ട്വിൻ ഫ്ലെയിം ടെലിപ്പതി, കുറെ ടെലിപ്പതി നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സോളിറ്റ്യൂഡ്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവേക്കണിന്റെ ഭാഗമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സോളിറ്റ്യൂഡിൽ ഇരുന്ന് കരയുന്നുണ്ട്. കരയട്ടെ. അവരുടെ ഉള്ളിലത്തെ ആ ഒരു ഈഗോ ഡെത്താണ് സംഭവിക്കുന്നത്. നമ്മളവിടെ പോയിട്ട് അവർക്ക് ഒരു താങ്ങും താണാലായി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുമ്പോൾ യു ക്യാൻ സെൻഡ് ഹീലിംഗ് എനർജി ടു ദം. ഓക്കെ, യെസ്, ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി. ഇപ്പൊ റെഡിയല്ല, അവരത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ആൻഡ് ഡിവൈൻ ടൈമിങ്ങിലാണ് എല്ലാം റെഡി ആവുക. അപ്പൊ അതുകൊണ്ട് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു റിയൽ പേഷ്യൻസ് ഉണ്ടായിരിക്കും. പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക. എന്താവും ഏതാവും അങ്ങനത്തെ ഒരു ചിന്തയെ വേണം. കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിട്ട് എന്താണെങ്കിലും അത് എൻ്റെ സോളിന് നല്ലതായിരിക്കും എന്ന രീതിയിൽ പോകാൻ ശ്രമിക്കുക. ആൻഡ് ടേക്ക് ആക്ഷൻ ഫോർ യു. ഓക്കെ.